നോക്കിപ്പോൾ ഈ സ്ഥലത്ത് ആരുമില്ല, മനുഷ്യന്മാരുമില്ല, ഒന്നുമില്ല അല്ലേ? ഒരു കാലത്ത് എന്തുമാത്രം തിരക്കുണ്ടായിരുന്ന ഒരു സ്ഥലം, ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ എല്ലാം ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് വീടുകൾ. ഈ സ്റ്റെപ്പിൽ കൂടെ കയറി പോകുമ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ താമസിച്ച ക്വാർട്ടേഴ്സും ഇവിടെ ആൾക്കാർ താമസിച്ച സ്ഥലങ്ങളൊക്കെ അതുവഴി മേളിൽ കയറി പോകുമ്പോൾ ഈ ലൈനായിട്ട് കെട്ടിയിട്ടേക്കുന്ന വീടില്ല എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം. താഴെ അതുകൊണ്ട് ചായക്കടയായിരുന്നു. ഇവിടെ ഒരു ചായക്കട ആളില്ല. അങ്ങായിരുന്നു. അപ്പുറത്ത് കുറച്ച് കൂട്ടുകാരുടെ വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. മേപ്പോട്ട് കയറി പോകാം. 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളല്ലേ? അതെ, ഇപ്പൊ കാടായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്കൂള് കുറേ കാലമായിട്ട് ഒன்றிய നടുനിலை പള്ളി. എന്താ എഴുതിക്കണേ? ஊராட்சி ஒன்றிய நடுநிலை பள்ளி, പള്ളി. பெரும்பல்லாமுகம், கெத்தை, நீலகிரி மாவட்டம். ഓക്കെ. അപ്പോൾ വാ. അപ്പോൾ ഒരുപാട് നടന്ന് കയറിയ, അതെ, ഒരുപാട് നടന്ന് കയറിയിട്ടുള്ള വഴി ഒന്നുകൂടെ കയറിക്കോ. അതെ, താഴത്തെ സ്കൂള് പോയല്ലോ, ഇടിവെട്ടി പോയെന്ന് ഞാൻ പറഞ്ഞു. ഉരുള് പൊട്ടിയിട്ട് പോയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പുതിയ സ്കൂള് പണിതതാണ് ഇവിടെ. ഓക്കെ. പക്ഷെ ഇത് നന്നായിട്ട് കിടക്കുക കേട്ടോ. അയ്യോ, ഇവിടെ ആള് നോക്കി. 8th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ചേ. സൂക്ഷിച്ചോ, വല്ല പുലി വല്ലതുകൊണ്ട് അറിയാൻ പറ്റില്ല. അത് ചുമ്മാ വെറുതെ കിടക്കല്ലേ. ഇപ്പം നോക്കണേ, 8ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാ. അതെ, നല്ലൊരു കെട്ടിടം. ഓർമ്മകളുണ്ടെ പങ്കുവയ്ക്കൂ. ഇതാണ് ഗ്രൗണ്ട്. മേലിൽ അവിടെയാണ് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലം. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാ. ഓഹോ, അതിന്റെ പുറവശം അല്ലേ? അവിടെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കിടക്കത്തില്ലേ? അതെ. അവിടെ അസംബ്ലി കൂടുന്ന ഇവിടെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു അസംബ്ലി. 8th സ്റ്റാൻഡേർഡ് ഇവിടെ ആയിരുന്നു. അത് സ്റ്റാഫ് റൂം. ഇത് 8th സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇത് 7th, ഇത് 6th, അങ്ങനെയായിരുന്നു. ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. ലൈബ്രറി. ഒരു ധൈര്യം പോരാ അകത്തോട്ട് പോകാൻ. അതെ, ഇവിടെ ചിരട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കയറാൻ പേടിയാ. ബാ, ഇങ്ങനൊരു ക്ലാസ് റൂം പോയി കണ്ടാലോ? വേണ്ടയേ. എന്തായാലും നോക്കാം. ഇവിടെ വന്നില്ലേ? ഒന്ന് മാറി നിന്നു. ഓടി വരണ്ട. അതെ, മെരുത്തെങ്കിലും ഉണ്ടോ? അയ്യോ, ബോർഡ് ഇപ്പുറത്തുണ്ട്. നടന്നോ ആ വരാന്തയിൽ കൂടെ അല്ലേ? ഒരുപാട് ഓടിച്ചാടി കളിച്ചതല്ലേ? അതെ. ഇവിടെ മാപ്പ് നോക്ക്. അയ്യോ, നമ്മുടെ മാപ്പ് ഫുള്ളും തമ്മിലില്ല കേട്ടോ. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ സ്കൂള് പൂട്ടി അല്ലേ? സ്വാഭാവികമായിട്ട് എത്രയോ സ്കൂളുകൾ ഇങ്ങനെ അടച്ചിട്ടുണ്ടാവും. സൂക്ഷിച്ച്. കരടിയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ബാഗ്. ഇതൊരു ക്ലാസ് ആയിരുന്നു അല്ലേ? ഇഷ്ടംപോലെ മാപ്പൊക്കെ വാങ്ങിച്ചു. അസംബ്ലി കൂടിയ ഒരു ഗ്രൗണ്ട്, കുട്ടികളുടെ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളായിരുന്നു. ഇപ്പോൾ നോക്കി എങ്ങനെയാണെന്ന്. എന്തായാലും ഇവിടെ വരെ വന്ന് കാണാൻ പറ്റിയൊരു സന്തോഷം അല്ലയോ? ഞങ്ങൾ പന്തളത്തുനിന്ന് ഇത്രയും ദൂരം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പന്തളത്തിലിരുന്ന് നീലഗിരി മാവട്ടത്തിലെ ഗദ്ദ എന്ന് പറഞ്ഞാൽ കുട്ടി ഗ്രാമത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അതും 8th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. വന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ സ്കൂളൊന്ന് കാണുക എന്നുള്ളതന്നായിരുന്നു. അത് ചെറിയ വിഷയമല്ലല്ലോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച സ്കൂളുകൾ ആ നാട് വിട്ട് നമ്മൾ വേറെ നാട്ടിൽ പോകുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ ആ നാട്ടോട്ട് വരുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഭാഗ്യമായി. അതെ. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറയാം. 8th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ചു. പിന്നെ ഇതിന് നമ്മൾ വേറെ സ്ഥലത്ത് പോവില്ലോ. അങ്ങനെ എന്നെ കൊണ്ട് ഹോസ്റ്റലിൽ തല്ലി. അതാണ് ചാമ്പ്രാജ്. ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, ഹൈസ്കൂൾ. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവരുടെ ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആ LP സ്കൂൾ, UP സ്കൂൾ ജീവിതം. ഈ കാട്ടിനകത്താണ് ഞാൻ പഠിച്ചെങ്കിൽ അപ്പോൾ താമസിച്ചത് എവിടെയാണെന്ന് അറിയണ്ടേ? അത് അതിൽ ഭയങ്കര ഒരു കാലൊക്കെ പറഞ്ഞാൽ വിചാരിക്കും, ഓ ഈ കാട്ടുവാശിയാണോ ഇത്രയും പറയുന്നതെന്ന്. പക്ഷെ നമ്മള് താമസിക്കുന്ന സ്ഥലം നമുക്ക് സ്വർഗമാണ്, സ്വർഗം. ഈ സ്ഥലം എന്താ പറയുക, ഒരു 10-30 വർഷം മുമ്പ് ഒരുപാട് മനുഷ്യന്മാരും ഒത്തിരി സ്ഥാപനങ്ങളും കടകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ കാലക്രമേണ മനുഷ്യന്മാർ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ വിട്ട് പട്ടണത്തിലോട്ട് മാറിയപ്പം ഇതൊക്കെ വെറുതെ ഇങ്ങനെ പട്ടിക്കും പൂച്ചയ്ക്കും വന്ന് കിടക്കാനുള്ള സ്ഥലമായിട്ട് മാറി. അതിപ്പോൾ ഇവിടെ നിന്നല്ല, എല്ലായിടത്തും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് അല്ലേ?
സന്തോഷമായല്ലോ. ഭയങ്കര സന്തോഷം. ഒരു പൊതിച്ചോറുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കായിരുന്നു അല്ലേ? വേണ്ട, നമുക്ക് പോകാം. അപ്പം എല്ലാവരും കരച്ചിലൊന്നും വരുന്നില്ലല്ലോ നിനക്ക്? നമുക്ക് നല്ല സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടം. ജീവിതത്തിലെ ഒരുപാട് ഭാഗങ്ങൾ ഒരു ഭാഗ്യമാണിതും, അങ്ങനെ വിചാരിക്കുക. അപ്പം ഒരു ബൈ ബൈ പറഞ്ഞേരെ. നമുക്ക് അടുത്ത സ്ഥലത്തിൽ പോവാം. ബാ, കരയണ്ട ബാബ. ഹാപ്പിയാണോ? ഒത്തിരി സന്തോഷം. ഇതിപ്പോൾ അരിശനാണ് നന്ദി പറയണ്ട. അരിശൻ ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കിത് ഒരു പ്രാവശ്യം കൂടി കാണാൻ പറ്റുമില്ലല്ലോ. നമുക്ക് ഇനിയും വരാടി. അരിശനാണ് നന്ദി പറയുന്നത്. പക്ഷെ ഒരു സംഭവം കൂടെ ബാക്കിയുണ്ട്. ഈ ചമ്പളം. അതിപ്പോൾ സീസൺ അല്ല. ബാ.